വളരെ നിർണായകമായ വാർത്തയിലേക്ക്. ഡൽഹി കേരള ഹൗസിൽ നിന്നും NOC വാങ്ങാൻ കെ സുധാകരന്റെ നിർദ്ദേശം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് NOC വാങ്ങുന്നത്. സുധാകരന്റെ സ്റ്റാഫ് അംഗങ്ങൾ കേരള ഹൗസിൽ എത്തി. ശരത് ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ശരത്, എന്തായാലും സുധാകരൻ മത്സരത്തിന് ഒരുങ്ങുകയാണ്. ഇനി ഹൈക്കമാൻഡ് അവസാനവട്ട ചർച്ചകൾ നടത്തി മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചാലും കെ സുധാകരൻ മത്സരിക്കാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതെ രുചീഷ്, അതുതന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. കെ സുധാകരൻ മത്സരിക്കും. അത് കോൺഗ്രസ് ടിക്കറ്റിലായാലും ശരി, അല്ലെങ്കിൽ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ തരത്തിലുള്ള നീക്കങ്ങളുമായി കെ സുധാകരൻ മുന്നോട്ട് പോകുന്നു. തൻ്റെ മണ്ഡലത്തിലെ വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നു. മണ്ഡലത്തിൽ ചെറിയ യോഗങ്ങൾ വിളിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ NOC വാങ്ങിച്ചിരിക്കുന്നു കേരള ഹൗസിൽ നിന്ന്. അല്ലെ NOC, അതായത് ഒരാൾ മത്സരിക്കണമെങ്കിൽ സംസ്ഥാന ഗസ്റ്റ് ഹൗസുകളിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതൊരു പ്രാഥമിക നടപടിയാണ്. ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സുധാകരൻ നടത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കെ സുധാകരനെ സംബന്ധിച്ചോളം ഒരടി പിന്നോട്ടില്ല, ഒരു അനുനയവും നടക്കുന്നില്ല, ഒരു സമ്മർദ്ദവും നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നാട്ടിൽ ചെറു ഗ്രൂപ്പുകളായിട്ട് യോഗങ്ങൾ വിളിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാവും. അത് UDF സ്ഥാനാർത്ഥിയായിരിക്കുമോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുമോ എന്നത് മാത്രമാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതിന് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കണ്ണൂരിൽ കെ സുധാകരന്റെ പേര് AICC പുറത്തിറക്കുന്ന പട്ടികയിൽ ഇല്ലെങ്കിൽ കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലേക്കാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഈ സൂചനകൾ അനുസരിച്ച് കേരള ഹൗസിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ എത്തുകയും രുചീഷ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതേ നീക്കം അടൂർ പ്രകാശം നടത്തി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമൊക്കെ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഈ 2 MP-മാരിൽ മാത്രം ഒതുങ്ങുകയില്ല. മറ്റാളുകളും ഇതേ ആവശ്യം ഉന്നയിച്ച് വരികയും ചെയ്യും. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ ആകെ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് സുധാകരൻ പോകുന്നത്. അതെ രുചീഷ്, അതുതന്നെയാണ് രുചീഷ് പറഞ്ഞതിന് വളരെ കാര്യം. എല്ലാ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ KPC നേതൃത്വത്തിൻ്റെ കോർ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എല്ലാം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരമുള്ളൊരു നീക്കങ്ങളും സമ്മർദ്ദത്തിലുമാണ് കെ സുധാകരനും അടൂർ പ്രകാശും നീങ്ങിയത്. അടൂർ പ്രകാശ് ഇന്നലെ രാത്രി 3:40 വരെ വിവിധ നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയിരുന്നു. അടൂർ പ്രകാശ് 2 വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലുമായും അനിൽകുമാർ MLA-യുമായും രാത്രി 3 മണി വരെ പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. സുധാകരനുമായിട്ട് അടൂർ പ്രകാശ് നേരിട്ട് കണ്ടിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ ഹൈക്കമാൻഡിന്റെയും അല്ലെങ്കിൽ KPCC കോർ കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ അട്ടിമറിക്കാനുള്ള സമ്മർദ്ദം ഇവർ ചെലുത്തുന്നു എന്ന് തന്നെയാണ്. ഇന്ന് വൈകിട്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് പട്ടിക പുറത്തു വരുമ്പോൾ ചിത്രം വ്യക്തമാവും. കെ സുധാകരൻ സ്വതന്ത്രനോ UDF അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോ എന്നത് രുചീഷ്.